എല്ലാവർക്കും സ്വാഗതം. LDC, LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തുടങ്ങിയ PSC പരീക്ഷയിൽ ആവർത്തിച്ചു ചോദിക്കുന്ന പ്രധാനപ്പെട്ട ബയോളജി ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വീഡിയോയുടെ അവസാനം ഒരു ക്വിക്ക് ഫയർ റൗണ്ട് കൂടി ഉണ്ടായിരിക്കുന്നതാണ്. പൂർണ്ണമായും കാണുക. ജീവശാസ്ത്രത്തിന്റെയും ജന്തുശാസ്ത്രത്തിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നമുക്കറിയാം, ബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ബയോളജിയുടെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിലാണ് ബയോളജിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. എങ്കിൽ നമുക്കറിയാം, ബോട്ടണി അല്ലെങ്കിൽ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അതാരാണ്? തിയോഫ്രാറ്റസ് ആണ്. ആരാണ്? തിയോഫ്രാറ്റസ് ആണ് അറിയപ്പെടുന്നത്. ഇനി RBCകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന സ്ഥലം, അതായത് അരുണരക്താണുക്കളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന എവിടെയാണ്? അത് പ്ലീഹയാണ്. എവിടെയാണ്? പ്ലീഹ. RBC എന്ന് പറഞ്ഞാൽ അതാണ് അരുണരക്താണുക്കളാണ്. അപ്പോൾ അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? പ്ലീഹയാണ്. അപ്പോൾ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നു, പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്നറിയപ്പെടുന്നു. എങ്കിൽ നമുക്ക് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ നിയന്ത്രിക്കുന്നത് ആരാണ്? നിങ്ങൾക്കറിയാം, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ നിയന്ത്രിക്കുന്നത് ആരെന്ന് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അതാരാണ്? ഹൈപ്പോതലാമസ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ നിയന്ത്രിക്കുന്നത് ആരാണ്? അപ്പോൾ നിങ്ങൾക്കറിയാം, അത് ഹൈപ്പോതലാമസ് ആണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ബ്ലഡ് ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത് O നെഗറ്റീവ് ആണ്. ഏതാണ്? O നെഗറ്റീവ്. ഇനി എല്ലാവരെയും സ്വീകരിക്കാൻ കഴിയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? അത് AB പോസിറ്റീവ് ആണ്. എല്ലാവരെയും സ്വീകരിക്കാൻ കഴിയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? അത് AB പോസിറ്റീവ് ആണ്. തന്നെ നമുക്കറിയാം, അപ്പോൾ എല്ലാവരെയും സ്വീകരിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? അത് AB പോസിറ്റീവ് ആണ്. ഏതാണ്? എല്ലാവരെയും സ്വീകരിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവ് ആണെന്നറിയാം. എങ്കിൽ PSC ചോദിക്കും, രക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? എല്ലാവർക്കും അറിയാം, 7.4 ആണ്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കരുത്. രക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? 7.4 എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കോശത്തിന്റെ ഊർജ നിലയും പ്രോട്ടീൻ ഫാക്ടറിയും. കോശത്തിന്റെ ഊർജനിലയും പ്രോട്ടീൻ ഫാക്ടറിയും എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? മൈറ്റോകോൺട്രിയയാണ്. ഏതാണ്? മൈറ്റോകോൺട്രിയ. കോശത്തിന്റെ പവർ ഹൗസ് ഏതാണ്? മൈറ്റോകോൺട്രിയയാണ്. അതുപോലെ തന്നെ കോശത്തിന്റെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്ന ഏതാണ്? റൈബോസോമാണ്. കോശത്തിന്റെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്ന ഏതാണ്? റൈബോസോമാണ്. ഇനി വലിയ ആന്തരിക അവയവം ഏതാണ്? ഏറ്റവും വലിയ ആന്തരിക അവയവം? കരളാണ്, അല്ലെങ്കിൽ ലിവർ. അപ്പോൾ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് ചോദിച്ചാൽ ത്വക്കാണ്. ആന്തരിക അവയവം എന്ന് ചോദിച്ചാൽ കരളും, അതുപോലെ ഏറ്റവും വലിയ അവയവം എന്ന് ചോദിച്ചാൽ ത്വക്കാണ്. അപ്പോൾ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഉത്തരം എവിടെയാണ്? കരളിലാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണെന്ന് പരീക്ഷയിൽ ചോദിച്ചാൽ നിങ്ങൾ പറയണം കരളിലാണ്. അടുത്ത് നോക്കുക, സസ്യശാസ്ത്രത്തിൽ നിന്നും PSC ചോദിക്കുന്നതാണ്, ജലവും ലവണങ്ങളും സംവഹനം ചെയ്യുന്ന കല ഏതാണ്? സസ്യങ്ങളിൽ ജലവും ലവണങ്ങളും സംവഹനം ചെയ്യുന്ന കല എന്ന് ചോദിച്ചാൽ സൈലമാണ്. സൈലത്തിലാണ് ജലം ലവണവും സംവഹനം ചെയ്യുന്നത്. ഇനി ആഹാരം ഇലകളിൽ നിന്നും മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഫ്ലോയമാണ്. ഇലകളിൽ ഉണ്ടാകുന്ന ഫുഡിനെ മറ്റു സ്ഥലങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? അത് ഫ്ലോയമാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോകം ഏതാണ്? ഹരിതകം നിങ്ങൾക്ക് അറിയാലോ, ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹരിതകം. അപ്പൊ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോകമാണ് മഗ്നീഷ്യം. ഏതാണ്? ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോകം മഗ്നീഷ്യമാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, പ്രകാശ സംശ്ലേഷണത്തിൽ ഓക്സിജൻ ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? പ്രകാശ സംശ്ലേഷണത്തിൽ ഓക്സിജൻ ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? നിങ്ങൾ മനസ്സിലാക്കുക, ജലതന്മാത്രകളിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ജലതന്മാത്രകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫലങ്ങൾ പഴുക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഫലങ്ങൾ പഴുക്കാൻ സഹായിക്കുന്ന ഹോർമോൺ PSC എപ്പോഴും ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എഥിലിനാണ്. ഏതാണ്? എഥിലിൻ. വാതക രൂപത്തിലുള്ള ഒരേ ഒരു സസ്യ ഹോർമോൺ ആണ് എഥിലിൻ. എന്താണ്? വാതക രൂപത്തിലുള്ള ഒരേ ഒരു സസ്യ ഹോർമോൺ ആണ് എന്ന് പറയുന്നത് എഥിലിൻ എന്ന് പറയുന്നത്. വിറ്റാമിൻ എ എന്ന് പറയുന്നു. വിറ്റാമിൻ എയുടെ രാസനാമം പഠിച്ചുകൊണ്ട് പോകണം. റെറ്റിനോൾ എന്നാണ് അറിയപ്പെടുന്നത്. വിറ്റാമിൻ എയുടെ രാസനാമം എന്തിനാണ്? റെറ്റിനോൾ എന്നാണ്. അതുപോലെ തന്നെ വിറ്റാമിൻ എ കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം അപര്യാപ്ത രോഗമാണ് എന്തെന്നറിയപ്പെടുന്നത്. അതാണ്
അതാണ് നിശാന്തത എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. താൽമിയ എന്നറിയും മറ്റൊരു രോഗമാണ് സെറോഫ്താൽമിയ എന്നറിയപ്പെടുന്ന മറ്റൊരു രോഗവും വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന, കണ്ണിനാണ് ഉണ്ടാകുന്ന ഈ രോഗം. ഇനി വൈറ്റമിൻ B1 അഭാവം ഉണ്ടാകുന്ന രോഗം, വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് പിന്നെ ബെറിബെറി. ഏതാണ് ബെറിബെറി എന്ന് പറയുന്ന രോഗമാണ് ഉണ്ടാകുന്ന ബെറിബെറി. അതുപോലെ തന്നെ വൈറ്റമിൻ B1 ഒരുപാട് പരീക്ഷയിൽ PSC ചോദിച്ച് ഒരുപാട് പേര് തെറ്റിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതിൻ്റെ വൈറ്റമിൻ B1 രാസനാമം എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, തയാമിൻ എന്നാണ്. വൈറ്റമിൻ B1 രാസനാമം എന്താണ്? പരീക്ഷയിൽ ചോദിച്ചാൽ എഴുതണം തയാമിൻ എന്നാണ്. അതുപോലെ വൈറ്റമിൻ സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ്. PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് വൈറ്റമിൻ സി. ഇതിന്റെ രാസനാമം എന്തെന്നാണ് PSC എപ്പോഴും ചോദിക്കും, പഠിച്ചുകൊണ്ട് പോകണം. അസ്കോർബിക് ആസിഡ് എന്നാണ്. അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി രോഗമാണ് സ്കർവി. സ്കർവി. ഇതിനെയാണ് നാവികരുടെ പ്ലേഗ് എന്നൊക്കെ അറിയപ്പെടുന്നത്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ്. ഓക്കെ, ഇനി ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏത്? അതും വൈറ്റമിൻ സി ആണ്. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ സി ആണ്. ഇനി നമ്മൾ നോക്കുന്ന വൈറ്റമിൻ ഡി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നു. വൈറ്റമിൻ സി എന്തെന്നറിയപ്പെടുന്നു? കാൽസിഫെറോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഡി ആണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം അല്ലെങ്കിൽ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. മലയാളത്തിൽ പറഞ്ഞാൽ കണ അല്ലേ? വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതണം റിക്കറ്റ്സ് എന്നാണ്, അല്ലെങ്കിൽ കണ. അപ്പൊ സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഈ വൈറ്റമിൻ കിട്ടുന്നത്. അതുകൊണ്ട് ഈ വൈറ്റമിൻ ഡിയെ നമ്മൾ വിളിക്കുന്നത് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. അപ്പൊ സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ഏത്? ഒരുപാട് പരീക്ഷയിൽ PSC ചോദിച്ചിട്ടുണ്ട്. വൈറ്റമിൻ ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്നും കിട്ടുന്ന വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. എപ്പോഴും PSC ചോദിക്കുന്നതാണ് എന്താണ് വൈഡൽ ടെസ്റ്റ്. വൈഡൽ ടെസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ടൈഫോയിഡ് രോഗം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ഏത്? വൈഡൽ ടെസ്റ്റ്. ടൈഫോയിഡ് നിർണ്ണയിക്കുന്ന ടെസ്റ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മലമ്പനി പരത്തുന്നത് ആര്? മലമ്പനി പരത്തുന്നത് ഏത് കൊതുകാണെന്ന് PSC എപ്പോഴും ചോദിക്കും. മലമ്പനി പരത്തുന്ന കൊതുകാണ് ഏത്? അനോഫിലസ് കൊതുകുകളാണ്. ഏതാണ്? അനോഫിലസ് കൊതുകുകളാണ് മലമ്പനി പരത്തുന്നത്. അപ്പൊ മലമ്പനി പരത്തുന്ന രോഗകാരിയാണ് പ്ലാസ്മോഡിയം പ്രോട്ടോസോവ. അപ്പൊ പരീക്ഷ ചോദിക്കും പ്രോട്ടോസോവ പരത്തുന്ന രോഗമാണ് മലമ്പനി എന്നറിയപ്പെടുന്നത്. ഒരു 60 സെക്കൻഡിൽ കൊണ്ട് നമുക്കൊരു റാപ്പിഡ് ഫയർ ഡിവിഷൻ നോക്കാം. അത് നമ്മൾ എപ്പോഴും PSC ചോദിക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം എത്രയാണ്? 4. മനുഷ്യന്റെ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം 4. സാധാരണ മനുഷ്യന്റെ രക്തസമ്മർദ്ദം എത്രയാണ്? 120 മുതൽ 80 മില്ലിഗ്രാം ആണ് സാധാരണ മനുഷ്യന്റെ രക്തസമ്മർദ്ദം. വൃക്കയുടെ ഘടനാപരവും ധർമ്മപരമായ അടിത്തറയാണ് നെഫ്രോൺ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ന്യൂറോൺ ആണ് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം. ഇനി ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ഏത്? ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ടൈലിൻ എന്നറിയപ്പെടുന്ന എൻസൈം. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ഏതാണ്? ടൈലിൻ എന്നറിയപ്പെടുന്നത്. ഇനി ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നറിയപ്പെടുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ എന്നറിയപ്പെടുന്ന ഹോർമോണാണ്. ഓക്കെ, അപ്പൊ ഇത് PSC സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചതെല്ലാം PSC സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഇതേപോലെ കൂടുതൽ PSC ക്ലാസ്സിനും അല്ലെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ എടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ വീഡിയോകൾ അപ്പം തന്നെ കിട്ടത്തേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.